ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ്, ബാറ്ററി ചെക്കപ്പ്, ഓയിൽ ചേഞ്ച്, വാട്ടർ സർവീസ്, ഇത്ര കേസാണ് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞാണ് വർക്കുകൾ. സെൽഫ് വർക്കിംഗ് അല്ല, അതാണ് ബാറ്ററിയുടെ പ്രോബ്ലം പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാം, റീസെറ്റ് ചെയ്യാം. പിന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി, ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, കുഴപ്പമില്ല. ഹബിനായാലും വേറെ പറയത്തക്ക് കംപ്ലയിൻ്റ് ഇല്ല. അപ്പോൾ ബാക്ക് ബ്രേക്ക് നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ളൂ, വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററും ഇതേപോലെ തന്നെ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിൻ്റെ കിടക്കുന്നത്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാവുന്നതുള്ളൂ. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റ്, അതിൻ്റെ തേമാനം കാര്യങ്ങൾ നമ്മൾ നോക്കി, വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് എന്ന് പറയാനില്ല. ബെൻഡെക്സിൻ്റെ വർക്കിംഗ് നമ്മൾ ചെക്ക് ചെയ്തു. ബെൻഡെക്സ് ചെറുതായിട്ടൊന്ന് സ്ലോ ആയി തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് കയറ്റി റീസെറ്റ് ചെയ്യാം. പിന്നെ ക്ലച്ച് വെയിറ്റ് സെറ്റ് അടക്കം പറ്റുന്ന യൂണിറ്റാണത്. വർക്കിംഗ് നമ്മൾ നോക്കി, പെർഫോമൻസൊക്കെ ഓക്കെയാണ്. ക്ലച്ച് ഔട്ടർ യൂണിറ്റിനായാലും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഇല്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മളിപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. കമ്പനി ബെൽറ്റ് കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്. പക്ഷേ അതിൻ്റെ കണ്ടീഷൻ അത്ര പെർഫെക്റ്റ് അല്ല. അതായത് ഈ സെൻറ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഈ പൊട്ടലൊക്കെ ഇച്ചിരി കൂടുതലായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും അടുത്ത സർവീസ് വരെ ബെൽറ്റ് ഓടാനായിട്ടുള്ള സാധ്യത കുറവാണ്. അപ്പോൾ കൈയോടെ മാറ്റി പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും ഒരു കട്ടകൾ പൊളിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ബാക്കിയതൊക്കെ പെട്ടെന്ന് പൊളിഞ്ഞ് പോയി നമ്മൾ വഴി പെട്ടുന്നൊരു സിറ്റുവേഷൻ വരും. അടുത്ത സർവീസ് എന്ന് പറഞ്ഞാൽ സാധാരണ 4 മാസമാണ് സാധാരണ വരാം. 4 മാസം അല്ലെങ്കിൽ 3000 കിലോമീറ്ററൊക്കെയാണ് പറയാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതുവരെ ഓടാമെന്നുള്ള കേസ് സംശയമുണ്ട്. നമുക്ക് അത്യാവശ്യം ഉപയോഗം ഉണ്ടെങ്കിൽ, ഇച്ചിരി ലോങ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ ബെൽറ്റ് യൂസ് ചെയ്തിട്ട് മാറ്റിയിടാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ കർവിയിലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. ക്ലച്ച് കാറിൻ്റെ ഉള്ളിൽ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടാക്കുന്ന ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. എയർ അടിച്ചും ക്ലീൻ ആക്കി ഇടുക. പിന്നെ അതുപോലെ നമ്മളതിൻ്റെ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഹെഡിൻ്റെ സൈഡിൽ നമുക്ക് പറയുന്നതൊക്കെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. കാർബറേറ്റർ ആയാലും വേറെ പ്രോബ്ലംസ് ഒന്നും നമുക്ക് പ്രത്യക്ഷത്തിൽ ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ചോക്കിൻ്റെ കേബിൾ ചെക്ക് ചെയ്തു, വർക്കിംഗ് ഓക്കെയാണ്. ആക്സിലേറ്റർ കേബിൾ ആയാലും വേറെ ചെറുതായിട്ട് അതിൻ്റെ പ്ലേ ചെറു കുറവായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ടൊന്നും ആയില്ല. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ മതി. പിന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്. വാട്ടർ സർവീസ് എന്ന് പറയുമ്പോൾ സാധാരണ നമുക്ക് ബോഡി വാഷാണ് വരാറ്. ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഇതാണ്. എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളിയുണ്ട്. അപ്പോൾ നമുക്ക് സാധാരണ വാട്ടർ സർവീസ് എന്ന് പറയുമ്പോൾ ബോഡി വാഷിന് 150 രൂപയാണ് വരാം. പക്ഷേ അഴിച്ച് കഴുകുമ്പോൾ, അതായത് എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലും ഈ ഫ്രണ്ട് പിന്നെ ബാറ്ററിയുടെ ഭാഗവും നമ്മൾ അഴിച്ചിട്ട് ക്ലിയറായിട്ട് വാട്ടർ സർവീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് സർവീസ് ചാർജ് വരാമെന്ന് പറഞ്ഞാൽ 150 രൂപയും കൂടി അഡീഷണൽ വരും. 300 രൂപയാണ് നമുക്ക് അതിൻ്റെ ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്യുമ്പോൾ വരാം. അപ്പോൾ അത് ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ ജസ്റ്റ് സജഷൻ പറഞ്ഞു എന്നുള്ളൂ. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ കഴിക്കുമ്പോഴാണ് നമുക്ക് ക്ലിയറായിട്ട് വാഷ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബാക്കി നമ്മൾ എങ്ങനെ വാഷ് ചെയ്താലും പുറത്തേക്ക് പോകുള്ളൂ. ഉള്ളിലുള്ള ചെളി അതേപോലെ തന്നെ നിലനിൽക്കും കേട്ടോ. അത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ അത്യാവശ്യം നല്ല ലൈനറാണ്. ഇത് ക്ലീൻ എടുത്താൽ മതി. ബുഷ് സെറ്റുകളായാലും വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. ഫ്രണ്ട് ബ്രേക്കിൻ്റെ 2 കേബിളുകൾ ഔട്ടർ വീലിൽ ഞങ്ങളുടെ ഒരു അവസ്ഥയാണ്. കേബിൾ 2ഉം കംപ്ലയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതൊന്നും മാറ്റിയിടണം നല്ലത്. കാരണം വെച്ചാൽ ഫ്രണ്ട് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ കയറി ജാം ആവാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. ഇനി അങ്ങടേക്ക് മഴയുടെ പ്രോബ്ലം വരാം. കാരണം ഈ ഔട്ടർ പൊട്ടിയതുകൊണ്ട് സ്വാഭാവികമായിട്ട് തന്നെ വെള്ളത്തിൻ്റെ പ്രശ്നം, വെള്ളം ഇറങ്ങി ചെല്ലുകയും ചെയ്യും, ബ്രേക്ക് ജാം ആവുകയും ടൈറ്റ് ആവുകയും ചെയ്യും കേട്ടോ. അതൊന്ന് മാറ്റി കളയാം. അതൊരു സേഫ്റ്റിയുടെയും കൂടി ഭാഗമാണ്. മാറ്റിയിടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ അത് എസ്റ്റിമേറ്റിനകത്ത് അതെല്ലാം ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്താം. എന്നിട്ട് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഫ്രണ്ട് ടയർ ആയാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഹബിനായാലും വേറെ പറയത്തക്ക കംപ്ലയിൻസോ കാര്യങ്ങളൊന്നുമില്ല. സെൽഫിൻ്റെ പ്രോബ്ലം കാണിക്കുന്നത് ബാറ്ററിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റാണ്. നമുക്ക് നോക്കുമ്പോൾ 2023 മോഡൽ ആംറോണിൻ്റെ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്നത്. 2023 മോഡൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വർഷം നമുക്ക് വാറണ്ടി പീരീഡ് ഉണ്ടാവാനായിട്ടൊരു സാധ്യതയുണ്ട്. നമ്മളതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12.36 റേഞ്ചിന് വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാറ്ററി ഒന്ന് ഫുള്ളായിട്ടൊന്ന് ചാർജ് ചെയ്തതിന് ശേഷം വീണ്ടും ടെസ്റ്റ് അടിക്കുക. അതായത് ഇപ്പോൾ ഒരല്പം ചാർജ് കുറവുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഒന്നുകൂടി ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ 24 മാസം തികഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് വാറണ്ടി ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. 24 മാസം കംപ്ലീറ്റ് ആവരുത്. കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് കൺഫേം ആണ് കേട്ടോ. അത് ഇതേപോലെ തന്നെ ആംറോണിൽ ചെല്ലുമ്പോൾ അവരും സ്വാഭാവികമായിട്ട് ടെസ്റ്റ് അടിക്കും. അവർ ചെക്ക് ചെയ്യുമ്പോഴും കംപ്ലയിൻറ്റ് കാണണം, എന്നാൽ മാത്രമാണ് അത് മാറ്റി കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ വാറണ്ടി പീരീഡ് 2023 പറയുമ്പോൾ 2 വർഷം 24 മാസമാണ് എൻ്റെ വാറണ്ടി വരാം. അപ്പോൾ അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കണ്ടീഷൻ പറയാം. അപ്പോൾ നമുക്ക് വാറണ്ടി കാർഡ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. പിന്നെ അതുപോലെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഈ ഫ്രണ്ടിലത്തെ മൺകാർഡ് ഉണ്ടല്ലോ, ഫ്രണ്ട് മൺകാർഡ് ഈ 2 സൈഡും ഇവിടുന്ന് പൊട്ടിയിരിക്കുന്നുണ്ട്. ഇതിലൊക്കെ നോക്കുമ്പോൾ ഷെയ്ക്ക് കാണുന്നുണ്ടോ, അത് ഓടിക്കുമ്പോൾ ഗട്ടറിൽ ചാടുമ്പോൾ ഒരു അടി പോലെ കാണിക്കുന്നുണ്ട്. അത് നോക്കുമ്പോൾ വെച്ചാൽ നമുക്ക് ഈ 2 ഭാഗവും ഈ ഭാഗം പൊട്ടിപ്പോയേക്കാം. ഇതണ്ട ഇവിടെ പൊട്ടിയിരിക്കുകയാണ്. നമുക്ക് പ്രത്യക്ഷത്തിൽ പുറമേ നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല, ഒന്നും തോന്നില്ല, അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉള്ളതായിട്ടേ ഫീൽ ചെയ്യില്ല. പക്ഷേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ കൃത്യമായിട്ട് അതിനകത്ത് മനസ്സിലാവുന്നുണ്ട്. ഈ ഭാഗവും അതേപോലെ തന്നെ ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. അത് പൊട്ട് വീണിരിക്കുന്നതാണ് കേട്ടോ.
ഇതൊന്ന് ഫ്രണ്ട് അവിടെ ചെന്ന് മൺകാട്ടി ഭാഗം ടച്ച് ചെയ്തിട്ടുണ്ട്, ഇടിച്ചാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്തോ പറ്റിയാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാവണില്ല എന്നുള്ളൂ. അപ്പോൾ അതൊന്ന് റിബേറ്റ് ചെയ്ത് എന്തെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്തിട്ട് നമുക്കൊന്ന് സെറ്റാക്കി ഇടാം. പിന്നെ അതേപോലെ സ്പീഡോമീറ്ററിൻ്റെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, അത് കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ മീറ്ററിൻ്റെ ഈ വീലിൻ്റെ ഉള്ളിലുണ്ട് ഈ ക്രൗൺ പിനിയൻ സെറ്റും കൂടി കൂടാതെ നമുക്ക് മാറ്റിപ്പോയാലാണ് നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ടുള്ളൂ. പിന്നെ മീറ്ററിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ മീറ്റർ നമുക്ക് ടൈറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കേബിൾ മാറ്റിയിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ വണ്ടിയുടെ മെയിൻ്റനൻസ്, ഓയിൽ ചേഞ്ച് ഇതെല്ലാം കിലോമീറ്ററിനനുസരിച്ച് എത്ര കിലോമീറ്റർ ഓടി എന്നതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ മെയിൻ്റനൻസ് എല്ലാം തന്നെ. അതായത് ഓയിൽ ചേഞ്ച് ആയാലും ജനറലായിട്ട് വേണ്ട സർവീസ് ആയാലും ഇതൊക്കെ ആ രീതിയിലാണ് ചെയ്തു പോകേണ്ടത് ശരിക്കും. അപ്പോൾ അത് ഒന്ന് കൂട്ടതയുടെ ക്ലിയർ ചെയ്തിടുന്നത് നല്ലതാണ്. സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറഞ്ഞ ഇതാണ് അവസ്ഥ കേട്ടോ. അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഉള്ളിലാണ് ഈ വന്ന ഭാഗം. അപ്പോൾ അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പ്ലഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി, വേറെ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നമുക്ക് ജനറലായിട്ട് വന്ന സർവീസുകളാണ്.